ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു മീൻമണ്ട കൊണ്ടുള്ളൊരു മീൻ കറി വെക്കാനുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം.
അപ്പോൾ ഈ ഒരു മീൻ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെല്ലാം മസാലകളാണ് കേട്ടോ. അത് കറക്റ്റായിരിക്കണം, എന്നാലുള്ളൂ ഈ മീൻ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ മസാലകൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി പേസ്റ്റല്ല വേണ്ടത്, ചതച്ചെടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ളത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയാണ് ആവശ്യമുള്ളത്, അതും 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂണ്. ഈ ഒരു അളവിലാണ് ഞാൻ ഇതൊക്കെ മസാലകൾ ചേർത്തിട്ടുള്ളത്. ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ കറിയിലേക്കുള്ള മസാലകളെല്ലാം തയ്യാറാക്കിയതിന് ശേഷം, മീനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മസാലയിലേക്ക് മീനിൻ്റെ മണ്ടയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ വേവുണ്ടാകും, നല്ല വലിയ മണ്ട ഉള്ളത് ആയതുകൊണ്ട് നല്ല വേവുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം ഇത്തിരി വെള്ളം ഒഴിച്ച് മീൻ മണ്ട വേവിച്ചെടുക്കുന്നത് കേട്ടോ. മീൻ മണ്ട നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം പിന്നീട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യമായ പുളിയാണ് കേട്ടോ. പുളിയും നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മുടെ തയ്യാറാക്കിയിട്ടുള്ള അരപ്പ്, തേങ്ങ, വറുത്തരച്ച തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ പുളിയും മീനും ഒക്കെ പാടൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് ഒക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി വെന്തിക്കണമെന്നൊക്കെ നോക്കി, നല്ലോണം വേവാകേണ്ട, ഒരു പകുതി വേവാകണം. അതിന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ, വറുത്തരച്ച തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അത് തിളച്ച് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റിയായൊരു മീൻ കറി നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ കറി നമുക്ക് ചോറിനൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ, ദോശയുടെ കൂടെ, വെള്ളപ്പത്തിൻ്റെ കൂടെ, ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ ഒരു മീൻ കറി തന്നെയാണ്. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ.